ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എത്തി നിൽക്കുമ്പോൾ ഐ തിങ്ക് ദിസ് ഇസ് ഹൗ വി ഷുഡ് സ്റ്റാർട്ട്. ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തിച്ചത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി സുപ്രിയ മേനൻ, ഒപ്പം E4 എന്റർടൈൻമെന്റ്സിന് വേണ്ടി വി ഹാവ് മുകേഷ് ആർ മേത്ത ആൻഡ് CV സാരഥി. അവർ നമ്മളിലേക്ക് എത്തിച്ചു. ആൻഡ് ദ മാൻ ബിഹൈൻഡ് വിപിൻ ദാസ്. സോ ഈ ഒരു സിനിമയുടെ ആഘോഷം 100 ദിവസങ്ങൾക്ക് മുൻപ് ആണ് നമ്മൾ ആളുകളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഒരു സിനിമ എത്തിയതെങ്കിൽ അന്ന് മുതൽ ആഘോഷിച്ചു തുടങ്ങിയ ആ ഒരു സിനിമ ഇന്ന് ഈ സിനിമയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. സോ നമ്മളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഒരുമിച്ച് ഒരുപോലെ ഒരേ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്വാഗതത്തിന് എനിക്ക് തോന്നുന്നു നല്ലൊരു എനർജി വേണം. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ലെറ്റ്സ് ഹാവ് എ ഗ്രേറ്റ് ആൻഡ് ഗ്രാൻഡ് സ്റ്റാർട്ട് to this day of celebration, to this day of success out here. ജനങ്ങൾക്ക് തെളിയിക്കുന്നതിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പ്രൊഡ്യൂസറിനെ തന്നെയാണ്. ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ കൈയടി നൽകി നമുക്ക് എല്ലാവർക്കും ചേർന്ന് സുപ്രിയ മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Supriya ma'am, we request you to kindly come on stage and be a part of the lamp lighting ceremony. Yes, and ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ഈ ഒരു സിനിമ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിന്റെ സക്സസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പേരുകളിൽ പക്ഷേ ഏറ്റവും മികച്ച ഒരു പേരെന്ന് തന്നെ നമുക്ക് പറയാം. He is a crowd favorite, my personal favorite. Ladies and gentlemen, put your hands together and invite the one and only Prithviraj Sukumaran. നമ്മുടെ സ്വന്തം രാജുവേട്ടനെ, നമ്മുടെ ആനന്ദേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹാർട്ടി വെൽക്കം ടു യു സർ. Welcoming Mukesh sir to come and join us with all due respect and moving on. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ there is always a master brain behind. So ഈ സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ പേരുകളിൽ ഏറ്റവും വലുതായി നിൽക്കുന്ന പേരുകളിൽ ഒന്ന്, ladies and gentlemen, put your hands together and let us invite Vipin Das. Yes, here we have the captain of the ship, the director Vipin Das. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായ നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടനെയാണ്. വലിയൊരു കൈയടി നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടൻ. ഒരിക്കൽ കൂടി ഒരുപാട് ബഹുമാനത്തോടുകൂടി ജഗദീഷ് ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഈ ഒരു സിനിമ മലയാളി പ്രേക്ഷകർ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തപ്പോ അത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തത് ഒരാളുടെ ഒരു ചിൽ വൈബ് ആയിരുന്നു. ഇപ്പോഴും വളരെ ചില്ലായിട്ട് അവിടെ ഇരിപ്പുണ്ട്. Ladies and gentlemen, put your hands together. Let us invite the one and only Basil. Yes, here we have Vinu on stage, the always chill Basil Joseph. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നടൻ ബൈജു ചേട്ടനെയാണ്. So ladies and gentlemen, with a big round of applause, let's welcome on stage our dear actor Baiju Santosh. ബൈജുവിനെ സ്വാഗതം ചെയ്യുകയാണ്. Thanks a lot for joining us on the stage. And ഇതൊരു കല്യാണ കഥയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ നായികമാരെ സ്വാഗതം ചെയ്യേണ്ടത്. സോ ഒരു നല്ല കൈയ്യടിയോടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. Nikhila, please do join us. Let's give a big round of applause and invite Nikhila Vimal. നമ്മുടെ അഴകിയ ലൈല Nikhila Vimal. Yes, and നേരത്തെ പറഞ്ഞ പോലെ തന്നെ this is a day of celebration. ഈ ഒരു മൂവിയുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് എത്തിയിരിക്കുമ്പോൾ, as we all know, we belong to those bunch of people who always move with the traditions, and let's not rectify it. Moving ahead, ആ ഒരു ദീപനാളങ്ങൾ തെളിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷന് തുടക്കം കുറിക്കാം. So I would request everybody to step forward towards the lamp. നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ഐശ്വര്യത്തോടെ നമുക്ക് ആരംഭിക്കാം. We are all very much thrilled to listen to you. So please, over to you. Thank you all. ഇരിക്കുന്ന എല്ലാം ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഞങ്ങളൊരു 1.5 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. അപ്പം കുറേ പേര് അതിനു മുമ്പും വർക്ക് ചെയ്തവരാണ്. എന്നാലും ഈ ഒരു മൂവി ഭയങ്കര സ്പെഷ്യലാണ്. ഒരു 6-7 വർഷം നമ്മൾ കൊണ്ടുവരുന്നൊരു മൂവി, കുറേ ആഗ്രഹിച്ചൊരു മൂവി. ഇത് ഇങ്ങനെ എൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു മൊമെൻ്റ് തന്നെയാണ്. ഇതിലൊക്കെ കാരണക്കാരനായ ഒരാളുണ്ട്, അത് ഇതിൻ്റെ മേലോട് ഇരിപ്പുണ്ട്. നമ്മൾ
സാധാരണ കല്യാണത്തിന് അമ്മാവൻ പറമ്പിൽ പോയി നടിക്കുന്ന പോലെ ആ അമ്മാവൻ ഏതോ റൂമിൽ നിന്ന് നടിക്കുന്നുണ്ട്, മിസ്റ്റർ CV സാരഥി. അപ്പോൾ പുള്ളിയെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാ പറഞ്ഞത്, അമ്മാവന്മാരെ കല്യാണത്തിന് പറമ്പിൽ പിരിക്കില്ലേ, അതുപോലെ ഇരിക്കുന്നൊരു അമ്മാവൻ. അപ്പം സാരചേട്ടനാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഈ സിനിമ തുടങ്ങിയത് സാരചേട്ടനാണ്, ഈ സിനിമ നിർത്തിവെച്ചത് സാരചേട്ടനാണ്, ഈ സിനിമ വീണ്ടും ഓപ്പൺ ആക്കിയത് സാരചേട്ടനാണ്. അപ്പം സാരചേട്ടനില്ലായിരുന്നു ഇതൊന്നും നടക്കില്ലായിരുന്നു. പിന്നെ മുകേഷ് സാറ്, സഞ്ജയ് സാർ, പിന്നെ എൻ്റെ കാസ്റ്റ് ബേസിൽ പൃഥ്വിരാജ് സാർ, പിന്നെ അനശ്വര, നിഖില, ഈ പറഞ്ഞ ക്രൂസിലെല്ലാവരും, അരുൺ സാർ, ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പോയി കുറേ നേരം ഡിസ്കസ് ചെയ്ത് പണ്ടത്തെ സിനിമകൾ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു വലിയൊരു ഗൈഡായിരുന്നു എനിക്കപ്പം. അത് താങ്ക്സ് ചേട്ടാ. പിന്നെ ബൈ ചേട്ടൻ എൻ്റെ കൂടെ എപ്പോഴും എന്നെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരാൾ ബൈ ചേട്ടൻ. അല്ല, എല്ലാത്തിനും വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെയുണ്ട് കുറേ ആൾക്കാരുണ്ട്, കുറേ പേരുകൾ ഞാൻ വിട്ടുപോകുന്നുണ്ട്. എന്നാലും ജോൺകുട്ടി, നീരജ്, അങ്കിത് വന്നിട്ടില്ല, നീരജ് ഷൂട്ടിലാണെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി ക്രൂ, ദീപു, പ്രധാനപ്പെട്ട പേര് വിട്ടുപോയി, ദീപു ഇപ്പോഴും ഒളിച്ചിരിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. ദീപുവിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം, അത് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. അപ്പം ഇനി ഇതുപോലത്തെ ആശയങ്ങൾ ഒരുപാട് പുറത്തെടുക്കണ്ട. ഒരു ചെറിയ കല്യാണം എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്, അത് ഷൂട്ടായിക്കോട്ടെ, അതിൻ്റെ സിനിമയുടെ വലിപ്പമായിക്കോട്ടെ, എല്ലാം ഈ ചെറുതിൽ തുടങ്ങി വലുതായിട്ട് എത്തിക്കുന്നൊരു ഒരു ഒരു ജേണി ഭയങ്കരമായിരുന്നു. അപ്പം സുപ്രിയ മാം എനിക്കൊരു എന്താ പറയുക, എല്ലാത്തിനും ഒരു ഡിസിഷൻ മേക്കറാണ്. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ വന്നാലും ഒരു മെസ്സേജ് ഇട്ടാൽ ഒറ്റ മെസ്സേജ് റിപ്ലൈ കിട്ടുന്ന ഗോ ഹെഡ് എന്ന് പറഞ്ഞാൽ പരിപാടി കഴിയും. ഞാനൊരു ചെറിയ സെറ്റ് ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോൾ ഗോ ഹെഡ് എന്ന് പറഞ്ഞു, അതാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ ചെറിയ സെറ്റുകൾക്ക് വേണ്ടി ഞാൻ മെസ്സേജ് ഇടുന്നതാണ്. അപ്പോൾ താങ്ക് യു. പിന്നെ ഉള്ളത് സ്പെഷ്യൽ ബേസിൽ ആൻഡ് പൃഥ്വിരാജ്, രണ്ടുപേരെയും ഒരു ഫ്രെയിമിൽ അഭിനയിപ്പിക്കാൻ കിട്ടിയത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. രണ്ട് എക്സ്ട്രീമായിട്ടുള്ള രണ്ട് ഡയറക്ടേഴ്സ്, രണ്ട് ഭയങ്കര നല്ല ആക്ടേഴ്സ്. അപ്പോൾ ഇവർ പെർഫോം ചെയ്യുന്ന ഒരു രീതി, അപ്പോൾ എനിക്ക് ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൗഡ് ഫീൽ വേറെയാണ്. അപ്പം എനിക്കതിന് പ്രത്യേകിച്ച് താങ്ക്സ് പറയുന്നു. പ്രത്യേകിച്ച് ബേസിനോട് അത്ര പ്രൗഡല്ല പോരെ. ഓക്കെ, ഇപ്പോൾ ഓക്കെ. അല്ല, രണ്ടുപേരും എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഡയറക്ടേഴ്സ് ആയിട്ട് പോലും എനിക്ക് പറഞ്ഞ ഒരു ടെൻഷനും അവർ തന്നിട്ടില്ല. പ്രത്യേകിച്ച് അവർ ഡയറക്ടർ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. എൻ്റെ പാർട്ട്നേഴ്സ് ഹാരിസ്, ദേശം, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഇനി നമുക്ക് ഒരുമിച്ച് സിനിമ ചെയ്യാൻ സാധിക്കട്ടെ. Let's welcome our producer Supriya Menon on stage. Yes, so over to you. താങ്ക് യു ഓൾ. ഇന്ന് എല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. ഇത് കുറച്ച് ചടങ്ങ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നീണ്ടുപോയി. ബിക്കോസ് പൃഥ്വിരാജ് ഒരു ചെറിയ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൃഥ്വിരാജിനെ കിട്ടാൻ കുറച്ച് ദിവസമായിട്ട് ഞാനും മുകേഷ് സാറും ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി വി മാനേജ് ടു ഗെറ്റ് ഹിസ് ഡേറ്റ്സ് ആൻഡ് വി ഗോട്ട് ടു മീറ്റ് എവറിബഡി ടുഡേ. ഈ സിനിമയുടെ പിന്നാലെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് വിപിൻ എല്ലാ പേരുകളും മെൻഷൻ ചെയ്തു. ഞാൻ ആക്ടേഴ്സിനെ പ്രത്യേകമായി താങ്ക് യു പറയുന്നില്ല. നിങ്ങളെല്ലാവരും വന്നു, വളരെ നന്നായിട്ട് നിങ്ങളുടെ ജോലികൾ നിങ്ങളെല്ലാവരും ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യാൻ. ഇത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്ര വലിയൊരു സെറ്റിൽ ഇത്ര പേരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഓൾ ഓഫ് യു കുഡ് കം ആൻഡ് ബി പാർട്ട് ഓഫ് ദിസ് ബിഗ് ഫാമിലി. വിപിൻ, you've been the leader of the team. You were absolutely great. കുറേ ദിവസം അടിക്കണമെന്ന് തോന്നി, പക്ഷെ ചെയ്തില്ല. എന്നാലും ഐ എം സോ ഹാപ്പി ദാറ്റ് വി ഹാവ് റീച്ച്ഡ് ഹിയർ ടുഡേ. 20 ദിവസം നമ്മൾ ആ വലിയ സെറ്റും മഴയും എല്ലാറ്റിൻ്റെ നടുക്കും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാം വെച്ചിട്ടൊരു ചെയ്ത സെറ്റായിരുന്നു. കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല if I didn't have my team. Harris and Rini, please come to stage. The producer is not working in a vacuum. The producer works with the executive producer and the production controller. Mukesh sir, this project would not have happened without you. You have been amazing. Sarathi, you are not here right now, or you are here, I can't see where you are. But your support has been tremendous. But without these two gentlemen, this is our 8th film, barring one production which was done in Hindi. We have worked with Harris and Rini all through. Without both of them, we would not have been here today. ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്.
പക്ഷേ എന്നിട്ടും ഒരു കുറേ ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ഭക്ഷണം സമയത്തിന്, അവർക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഇവരുടെ മേലെയായിരുന്നു ആ ചുമതല. ആൻഡ് ഇറ്റ് വാസ് കണ്ടിന്യൂസ് more than 2 weeks of shooting in that particular spot with so many junior artists. So I'm very, very grateful to my production team. This would not have happened without them. And Mukesh sir, special thank you to you. It is very rare to get partners in cinema who let you do what you want to do without interfering in every step of the way. You are one such partner, sir. You have given us so much freedom and so much guidance to execute the film the way we wanted to. Your support has been invaluable, and I look forward to doing many more such productions with you, sir. It has been a wonderful experience. And thank you to my chief cast, Mr. Basil. Thank you very much. Anashwara, Nikhila, you have been wonderful actors on the set. All of the senior actors, Baiju Chetan sir, Jagdish sir, Arvind, thank you all for being here today, and I truly appreciate the cast and crew. And Prithvi, thank you for pulling me into your world and making me a part of it. I know I kept saying that, I don't know what is it that you do, but I see the magic now. Thank you so much. Yes, the man who creates magic. Ladies and gentlemen, ഈ ഒരു കയ്യടി പോലെ ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് ഗുരുവായൂർ അമ്പലനടയിലെ ആനന്ദേട്ടനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Here we have a favorite, Prithviraj Sukumaran joining us, and over to you. നമസ്കാരം. ഏത് സിനിമ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്ന ഇതുപോലൊരു ദിവസം ഉണ്ടാകണേ എന്നാണ്. ഒരു വലിയ വിജയമായി തീർന്ന് ആ വിജയം ആ സിനിമയിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരുമായി ആഘോഷിക്കാൻ ഒരു അവസരം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ട ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്നതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം. വിപിൻ ദാസ് എന്ന സംവിധായകനിൽ നിന്നും അസിസ്റ്റൻസ് എല്ലാവരും ആദ്യം പഠിക്കേണ്ടത് സിനിമ എടുക്കാനല്ല, എങ്ങനെ ഡേറ്റ് വാങ്ങിക്കണം എന്നാണ്. കാരണം ഈ പ്രോജക്റ്റുമായിട്ട് വിപിൻ എന്നെ അപ്രോച്ച് ചെയ്യുന്ന വേറൊരു കഥയാണ്, മറ്റൊരു പ്രോജക്റ്റാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞാൻ വിപിൻ ഉടനെ എങ്ങും എനിക്ക് സമയം ഉണ്ടായില്ല, കാരണം ഇങ്ങനെ എൻ്റെ 1-2 ആക്ടിങ് കമ്മിറ്റ്മെന്റ്സും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. ഓഹോ അതെയല്ലേ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കറങ്ങിത്തിരിഞ്ഞ് മറ്റൊരു കഥയുമായിട്ട് വന്ന് അല്ല അത് 2 ഹീറോസ് ഉണ്ട്, അപ്പൊ പൃഥ്വിരാജിന്റെ കുറച്ച് ദിവസങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മണാലി ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാരഥിയും വിപിനും മുകേഷ് സാറും കൂടെ അവിടെ വന്ന് ഒരു ദിവസം വൈകുന്നേരം സംസാരിച്ച് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഡേറ്റ് ഞാൻ കൊടുത്തു. അപ്പൊ എനിക്ക് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് ഞാനും വിപിന്റെ കയ്യിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഈ സിനിമ സംഭവിക്കുന്നു, സിനിമ ഒരു വലിയ വിജയമാകുന്നു. എനിക്ക് തോന്നുന്നു E4ന്റെയും എന്റെയും ഒക്കെ ലൈഫിൽ E4 എന്റർടൈൻമെന്റ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ കോമ്പിനേഷനിൽ ഏറ്റവും വലിയ വിജയമായ സിനിമയാണ്. അങ്ങനെ നമ്മൾ ഈ സിനിമ വിജയിക്കുന്നു, വലിയ വിജയമായതിനു ശേഷം വിപിൻ അപ്പൊ നമ്മുടെ ആദ്യം പറഞ്ഞ കഥ അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു സമയമില്ലല്ലോ, കാരണം ഞാനിങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ സിനിമ കമ്മിറ്റിയായിട്ടുള്ള ഡയറക്ടേഴ്സ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മറ്റു അതല്ലേ ഓക്കെ എന്തൊക്കെയോ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് എങ്ങനെയോ ഡേറ്റ് ശരിയാവുന്നു. ഇതെങ്ങനെ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പഠിക്കേണ്ടത് വിപിന്റെ കയ്യിൽ നിന്നും. പിന്നെ അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഫിലിം മേക്കറാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തില് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ഈ ജോണർ ക്രാക്ക് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സ്. എനിക്കൊന്ന് മറ്റൊരാൾ ബേസിലായിരിക്കും. പിന്നെ ബേസിൽ ഇപ്പോൾ സംവിധാനത്തിനേക്കാൾ കുറച്ചുകൂടെ ഫീസിബിൾ അഭിനയമാണെന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സംവിധാന സന്ദർഭം എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല. എന്നിരുന്നാലും താങ്ക് യു വിപിൻ, ആനന്ദൻ എന്ന കഥാപാത്രം എന്നിൽ കണ്ടതിന്. ഇതുപോലെ ഇതിനേക്കാൾ എക്സൈറ്റഡ് ആണ് ഞാൻ അടുത്ത കഥാപാത്രത്തിൽ. അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല, ഔപചാരികമായ ഒരു അനൗൺസ്മെന്റ് നമുക്ക് പിന്നീട് നടത്താം. ഈ സെറ്റിലെ അമ്മാവൻ ഞാനായിരുന്നു, കാരണം ബാക്കി എല്ലാം ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ്. ബേസിലെ പ്രായം ന്യൂ ജനറേഷൻ്റെ അല്ലെങ്കിലും ഇതുപോലെ ഗോൾഡൻ മുടി മറക്കാൻ പച്ച തൊപ്പിയൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട് ആള്. അപ്പൊ മൊത്തത്തിൽ ബേസിൽ ഇപ്പൊ ഒരു ന്യൂജൻ ഐക്കണാണ്. എനിക്ക് തോന്നി ബേസിൽ, ടൊവിനോ ഇവന്മാരൊക്കെ കൂടെയാണ് എന്നെയൊക്കെ അമ്മാവനാക്കുന്നതിന്റെ പിന്നിലെ പ്രധാനികൾ. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ബേസിലിനെ പോലെയും അനശ്വരയെ പോലെയും നിഖിലെ പോലെയും ഒക്കെ ഉള്ളൊരു എനിക്ക് ശേഷം വന്നൊരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനോടൊപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ. അതിനേക്കാൾ എനിക്ക് റിഫ്രഷിംഗ് ആയിരുന്നു നമ്മുടെ ആ പുറകിലിരിക്കുന്ന ഗ്രൂപ്പ്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം ഈ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരെ നമ്മുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ദേ കം ഫ്രം എ ഡിഫറെന്റ് വേൾഡ്. നമ്മളാണ് ശരിക്കും അവരുടെ പ്രോസസ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പെർഫോമൻസിന്റെ മീറ്ററും അവരുടെ
അവർ ഡയലോഗ് പറയുന്ന രീതിയുമൊക്കെ എനിക്ക് തോന്നി ഇൻസ്റ്റഗ്രാം റീലിൽ നിന്നൊക്കെയാണ് അവരുടെ പെർഫോമൻസ് ബ്രീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയല്ല, ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു സീൻ വായിച്ച് ഒരു പെർഫോമൻസ് ചാർട്ട് ചെയ്യുന്ന നമ്മുടെ കൺവെൻഷണൽ രീതി അല്ല അവരുടേത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ചൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലം നടയിലെന്ന ഈ സിനിമ. സോ ഫോർ ദാറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിന്. പ്രായം കൂടുന്നോറും ഷട്ടിലെ ഡിസൈൻ കൂടി വരുന്ന ജഗദീഷ് ചേട്ടനും, അതുപോലെ തന്നെ പ്രായം കൂടുന്നോറും പുച്ഛം കൂടി വരുന്ന ബൈജു ചേട്ടനും, രണ്ടുപേരും ഇവിടെ ഉണ്ട്. അതെ, രണ്ടുപേരും എനിക്ക് പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ്. എന്നെ ചെറിയ കാലം മുതൽ കാണുന്ന രണ്ടാൾക്കാരാണ്. രണ്ടുപേരോടൊപ്പവും ഇന്നും സജീവമായി സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ ലെസൺ ആണ്. കാരണം ജഗദീഷ് ചേട്ടൻ ഇന്നായിരിക്കുന്ന പിള്ളേരോടൊപ്പം അഭിനയിക്കുമ്പോഴും അവരുടെ ടൈം ലൈനിലുള്ള ആക്ടറാണ്. ബൈജു ചേട്ടൻ ഇന്നും വിപിൻ ദാസിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിപിൻ ദാസിന്റെ ഗ്രാമറിലുള്ള ആക്ടറാണ്. അതുപോലെ ആകണേ ഞാനും എന്നാണ് എന്റെ പ്രാർത്ഥന. രമേശ് ചേട്ടൻ നമ്മുടെ എനിക്ക് വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആക്ടറാണ്. കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവസാനമായി സംവിധാനം ചെയ്ത എന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നിൽ എന്നോടൊപ്പം ഒരു മുഴുനീള കഥാപാത്രത്തിൽ അഭിനയിച്ച ആളാണ്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. ഇന്നിവിടെ എത്തിയതിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൽ ഒരുപാട് സന്തോഷം. അരവിന്ദ്, ഇവിടെ ഇരിക്കുന്നവരാരും എന്നെ കണ്ടിട്ടില്ലാത്ത വളരെ റോ ആയ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്നോ ഒരു ഡയലോഗ് എങ്ങനെ പറയണമെന്നോ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത എന്നെ കണ്ട എന്റെ കോ ആക്ടറാണ് അരവിന്ദ്. എന്റെ ഫസ്റ്റ് സിനിമയിൽ ശരിക്ക് എന്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് അരവിന്ദിനെ പോലെ ആകണമെന്നാണ്. ബിക്കോസ് ഹി വാസ് സച്ച് എ ഗുഡ് ആക്ടർ ഈവൻ ബാക്ക് ദെൻ. He still is a fantastic dancer. I don't know if you know this. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസർ ആണ്. ആൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് ഗുണ്ടൽപേട്ടിൽ അരവിന്ദിന്റെയും നവ്യയുടെയും പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ആ പാട്ടിന്റെ ഷൂട്ടിംഗ് കാണാൻ ഞാൻ പോയിട്ട് ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ്, എന്റെ ദൈവമേ, ഐ നീഡ് ടു ബി ദിസ് ഗുഡ് ടു ബി ഇൻ സിനിമ എന്നുള്ളത്. സോ താങ്ക് യു ഫോർ ഇൻസ്പയറിംഗ് മീ ഫ്രം മൈ ഫസ്റ്റ് ഫിലിം. ഒരുപാട് സന്തോഷം. ഇർഷാദക്ക, എല്ലാവരോടും താങ്ക് യു. ഒരു സിഗ്നേച്ചർ ആ ഒരു നടത്തത്തിൽ തന്നെ ഉണ്ടോ അല്ലേ? Let's give a big round of applause. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Yes, the evergreen star of Malayalam cinema, നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം പറയാം. വിപിനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, അടുത്ത ചിത്രത്തിൽ ഒരു വേഷം വേണം. വിപിൻ എൻ്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, ഇതിൽ 3 അച്ഛന്മാരുണ്ട്, ഇതിൽ ഏത് അച്ഛൻ വേണം ജഗദീഷ് ചേട്ടന്? ഞാൻ പറഞ്ഞു, ഏത് ഞാൻ ചെയ്താലായിരിക്കും കൂടുതൽ നന്നാവുക? അത് രാജുവിൻ്റെ അച്ഛനാണ്. അപ്പം അങ്ങനെ വിപിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ വന്നു. അത് 2 കൈ നീട്ടി ഈ ചിത്രം സ്വീകരിച്ചപ്പോൾ, ഈ സക്സസിൻ്റെ ഭാഗമായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇനി വളരെ ത്രിൽഡാക്കി നിലനിർത്തിയത് ബൈജു എന്ന നടനാണ്. അതായത് ഈ ക്ലൈമാക്സ് സീൻസിൽ നിങ്ങൾക്ക് അറിയാം, ചില ദിവസങ്ങളിൽ 1 ഷോട്ടേ കാണുള്ളൂ, ചില ദിവസങ്ങളിൽ 2 ഷോട്ടേ കാണുള്ളൂ. അത്രയും സമയവും ബോറടിക്കാതിരിക്കാനുള്ള കാരണം ഈ ബൈജുവിന്റെ പുച്ഛമാണ്. അവസാനം പാട്ട് സീനിൽ വിളിച്ചു. വിപിൻ പറഞ്ഞു, 3 നൈറ്റ് ഉറക്കമൊഴിയേണ്ടി വരും, ജഗദീഷ് ചേട്ടാ ഒന്ന് സഹകരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ബൈജു എൻ്റെ അടുത്ത്, നിങ്ങൾ സമ്മതിച്ച എന്തിന്? അപ്പൊ ഞാൻ പറഞ്ഞു, സഹകരിക്കണ്ടേ, ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഒരു രീതി അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, ഓക്കെ, ആ 3 രാത്രിയും അപ്പൊ എത്ര ഷോർട്സിലുണ്ടെന്നുള്ളതല്ല, ആ സോങ്ങിന്റെ ഭാഗമാവുക. ഇന്നിപ്പോ ഇവിടെ ആദ്യം കാണിച്ചപ്പോ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നേര് എന്ന് പറഞ്ഞ ചിത്രം ഞാനും ബൈജും കൂടെ കാണാൻ ഒരു അവസരം കിട്ടി. ആലുവ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിലൊരു സീൻ വന്നപ്പോൾ വളരെ ഇമോഷണലായിട്ട് ബൈജു ആദ്യമായിട്ട് എൻ്റെ ഒരു സീൻ കണ്ട് കരഞ്ഞു. അത് തൊട്ടടുത്തിരുന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം ബൈജു എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെന്തിനാ കരയണത്? ഞാൻ കരഞ്ഞാൽ നോക്കി, നിങ്ങളെന്തിനാ കരയുന്നത്? നിങ്ങളെന്ത് ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചത് ഞാൻ മറക്കുന്നില്ല. താങ്ക് യു സോ മച്ച്.
ബൈജൻ എന്ന് വിളിക്കാം. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. കയ്യടി മാത്രമല്ല, ഈ കയ്യടിക്കൊക്കെ പിറകിൽ വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്താണ് തിരിച്ചു പറയാനുള്ളത് എന്ന് കേൾക്കണം. ഇല്ല ജഗദീഷ് ചേട്ടാ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെ, നമസ്കാരം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, E4 എന്റർടൈൻമെന്റ്, ഈ രണ്ട് കമ്പനികളും ചേർന്ന് പിറവി നൽകിയ സിനിമയാണ് ഗുരുവായൂരമ്പലം നടൈ. ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്. നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. 10,000 പേരൊക്കെ ഒരു ദിവസമോ 2 ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഉടനീളം ദിവസവും ഒരു 2,000 പേര് ഏതാണ്ട് 30 ദിവസം ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ ഊണ് കൊടുത്തൊരു വഴിയായി. ഇതിൻ്റെ ഷൂട്ടിങ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വരണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാലും ഞാൻ രാവിലെ വരും. ഞാൻ വിളിച്ചു ചോദിക്കും, റെഡിയെടുത്ത് ചോദിക്കും, രാജു വന്നോ? രാജു വന്നു കഴിഞ്ഞാൽ ഞാനവിടെ എത്തിയാൽ മതി. ഒരു ദിവസം കൂടി പോയാൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഷോട്ട് മാക്സിമം. പക്ഷേ രാവിലെ വരണം, വൈകുന്നേരം 6 മണി വരെ അവിടെ ഇരിക്കണം. ആ സമയങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ വിനോദമായിരുന്നു നമ്മുടെ ജഗദീഷ് ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാരവനിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഇരിക്കും. മാത്രമല്ല എന്നെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചാളായിട്ട്. പുള്ളി ഇൻ്റർവ്യൂവിലൊക്കെ എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ബൈജുവിൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചാന്ന് പറയും, മോഡൽ സ്കൂളിൽ. ഇങ്ങനെ എന്നെ വിറ്റ് കുറച്ചാളായിട്ട് മിമിക്രിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. പിന്നെ വിപിൻ ദാസിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മുത്ത് ഗൗ എന്ന് പറയുന്ന സിനിമ. അന്ന് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഞാൻ പക്ഷേ ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ വിപിൻ ദാസിൻ്റെ ഒരു ഹ്യൂമർ സെൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ഒരു പ്രിയദർശനാണ്, വേണമെങ്കിൽ കുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ പറഞ്ഞ വാക്കാണ്. വിപിൻ ദാസ് പറയട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയഞ്ചേട്ടനെ പോലെ ഒരു 103 സിനിമയൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. എങ്കിലും മറ്റൊരു പ്രിയദർശൻ തന്നെയാണ് മലയാളത്തിൽ, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഡബ്ബിങ് ഏതാണ്ട് മാർച്ച് അവസാനം കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകളുടെ കല്യാണം ഏപ്രിൽ 5-നായിരുന്നു. അപ്പോൾ ബാങ്കിൽ കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 ലക്ഷം രൂപ കൂടുതൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ എന്താ ചെയ്യത്, കിട്ടേണ്ടതിനേക്കാളും 5 ലക്ഷം രൂപ കൂടുതൽ വന്നിരിക്കും, ഇവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയായി. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നില്ല എൻ്റെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അയച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ ശരിയാണ്, 5 ലക്ഷം രൂപ കൂടുതൽ അയച്ചേട്ടോ. ഞാൻ സത്യത്തിൽ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണത്തിന് രാജു ഗിഫ്റ്റ് തന്നായിരിക്കും. പിന്നെയാണ് അറിഞ്ഞത് ഇതൊരു അബദ്ധമാണെന്ന്. എന്തായാലും ഭയങ്കര രസകരമായ ഷൂട്ടിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ നമുക്ക് ഒന്നിച്ച് സഹകരിക്കാൻ പറ്റി. രാജു സംവിധാനം ചെയ്യുന്ന എമ്പുരാനിൽ ഞാൻ അഭിനയിച്ചു. ഇനി കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. അത് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നടക്കും തോന്നുന്നു. ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരെയും പ്രത്യേകിച്ച് ഭയവും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജു സംവിധാനം ചെയ്ത സിനിമയിലാണ്. കാരണം ഈ നേരത്തെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷെ ഭയങ്കര ഹൈലി പ്രൊഫഷണലിസ്റ്റാണ് ആള്. നമ്മൾ രാവിലെ കറക്റ്റ് സമയത്ത് എന്തെങ്കിലും ഒരു നോട്ടമൊക്കെ ഉണ്ട്, ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ എനിക്ക് സുഖോട്ടന് ഓർമ്മ വരും. സുഖോട്ടൻ്റെ അതേ നോട്ടമാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഈ ഹിറ്റാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല, അത് ഒത്തുവരണം. അതിൻ്റെ എല്ലാ ചേരുവകളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയമാകുന്നത്. ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ വിജയം ആഘോഷിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഗുരുവായൂരമ്പല നടയിലിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. കൃഷ്ണനാണ്, മലയാളികളുടെ കൃഷ്ണനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം ടു യു സർ. മലയാളികളുടെ കൃഷ്ണൻ എന്ന് മാത്രം പറഞ്ഞ പോരാ, ദ ഡാൻസിംഗ് കൃഷ്ണൻ എന്ന് പറയണം. An amazing, fabulous dancer. Over to you. Good evening everybody. ഞാൻ മലയാളത്തിൽ കുറച്ച് സംസാരിക്കും. So I will be very comfortable talking in Tamil. So thanks to Supriya Menon ma'am and thanks to Harris bro and Rini. எனக்கு ஒரு ஃபோன் கால் பண்ணி இந்த மாதிரி பிருத்விராஜ் கம்பெனியில் ஒரு படம் பண்ணுறாங்க, அதில் குருவாயூரப்பனா வந்து நடிக்கணும், வந்து நடிச்சு கொடுப்பீங்களான்னு கேட்டாங்க. எனக்கு ஒரே ஷாக்.
இந்த மாதிரி ஒரு ஆப்பர்ச்சுனிட்டி திருப்பி வராது. ஏன்னா நானும் பிருத்திவிராஜும் 2002 அந்த படத்தை பண்ணோம். அதுக்கப்புறமா 22 வருஷத்துக்கு அப்புறமா ஐ எம் கெட்டிங் an opportunity work with him and thanks to Supriya madam and thanks to E4 producers and ரொம்ப சந்தோஷமாக இருக்குது. ரொம்ப வருஷத்துக்கு அப்புறமா உங்களோட நடிக்கிற ஆப்பர்ச்சுனிட்டி கிடச்சது வந்துட்டு சொன்ன ஒரு செகண்டில் ஐ செட் எஸ் ஐ எம் ரெடி, ஐ எம் கம்மிங் அண்ட் டூயிங் இட் அண்ட் எதுவும் பேசலை, அவ்வளோதான். டிக்கெட் போட்டேன், வந்துட்டாங்க, ஷூட் பண்ண போயிட்டேன், அவ்வளோதான். ஐ நெவர் தாட் திஸ் வில் பி அ மேஜர் ஹிட் அண்ட் ஐ ரியலி தேங்க் விபின் தாஸ் சார். ஒரு திங்கிங் பாருங்கள், இந்த ஒரு கேரக்டருக்கு திருப்பி இவரை கூப்பிடலாம், அவர் பார்க்க கூட இல்லைங்க, ஃபோட்டோ கூட பார்க்கல, எதுவுமே பார்க்கல, இமீடியட்டாக டிசைட் பண்ணி என்னை கூப்பிட்டதுக்கு ரொம்ப ரொம்ப நன்றி சார், தேங்க்யூ. அண்ட் நான் கேரளா ஆடியன்ஸ்க்கு ரொம்ப ரொம்ப நன்றி சொல்கிறேன். நன்றிலாம் பத்தாது, நான் உங்கள் ஃபேமிலி ஆகிட்டேன். ஸோ அதனால் எனக்கு வந்து நீங்கள் கொடுத்த எல்லாமே நீங்கள் கொடுத்தது தான் எனக்கு. ஸோ பிருத்திவிராஜ் உங்களோட இன்னும் படம் டைரக்ட் பண்ணுறீங்க, ஸோ மறந்துடக்கூடாது மேடம், மறந்துடாதீங்க, சொல்லுங்கள். நான் அப்பப்போ ஃபோன் பண்ணி கேட்க முடியாது, அங்கேருந்து எனக்கு சான்ஸ் கொடுப்பான்னு கேட்க முடியாது. அதே மாதிரி விபின் தாஸ் சார், எங்கே ஒரு பேசல் ப்ரோ, எல்லாரும் அவள் தான் சொல்லிட்டேன். இனிமேல் நீங்கள் எல்லாருமே ஒரே வார்த்தை சொன்னீங்க, ஃபேமிலி. இப்போ இந்த சக்ஸஸ், இந்த சந்தோஷம் இங்கே இருக்குது அப்படின்னா அது எல்லார் முகத்துலேயும் ஒரு நல்ல சிரிப்போடு இந்த படத்தை நீங்கள் எடுத்ததுனால தான் இந்த படம் சக்ஸஸ் ஆகிருக்கு. அண்ட் ஐ எம் வெரி தேங்க்ஃபுல் டு யூ அண்ட் தேங்க்ஸ் டு கேரளா ஆடியன்ஸ். லவ் யூ ப்ரோ, லவ் யூ சார், love you, thank you, thank you, thank you, thank you so much. We love you too, Arvind ji. ഗുരുവായൂരമ്പല നടയിലെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സാണ് E4 എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അവരുമായിട്ട് പിന്നെയും അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മുകേഷ് സാർ, സാരേ ചേട്ടൻ, എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ. വിപിൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പറയണ്ടല്ലേ, വിപിൻ ചേട്ടൻ ജോത്സ്യനാണെന്ന് തോന്നുന്നു പുള്ളി. എല്ലാ സിനിമയും ഇറങ്ങുന്നതിന് മുന്നേ ആ സിനിമ സക്സസ് ആവും എന്ന് ഇത്രയും ഉറപ്പുള്ളൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പം ബേസിലോട്ട് പറഞ്ഞത് നമ്മളെന്തെങ്കിലും സംശയം പറഞ്ഞാൽ തന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ടായി. ഇപ്പോൾ വാഴ റിലീസിന് മുന്നേ ഞാൻ ചോദിച്ചപ്പോഴും അതേ കോൺഫിഡൻസോട് കൂടി ആ സിനിമ സക്സസ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇനി മുതൽ എല്ലാവരും, മലയാള സിനിമയിൽ എല്ലാവരും സിനിമ എടുക്കുന്നതിന് മുന്നേ, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു നല്ലൊരു ഇതാണ്, നല്ലൊരു മനുഷ്യനാണ് ചേട്ടൻ. അപ്പോൾ എനിക്ക് ഈ സിനിമ ഇപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഫാമിലി ഫീലുള്ള സിനിമയാണ്. എല്ലാവരും ഈ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും നമുക്കൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവരുടെയൊക്കെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. രാജുവേട്ടൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. സെറ്റിൽ ഞങ്ങൾ അധികം സംസാരിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ പ്രൊമോഷൻസിനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അത്രയും സ്പോട്ടായിട്ട് ആ പ്രൊമോഷൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിന്നു. ഞങ്ങൾക്ക് വേണ്ടി അത്രയും സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾക്ക് പോലും ചിരിച്ചു തന്ന് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന രാജേട്ടൻ ഒരുപാട് താങ്ക് യു. ബേസിലേട്ടൻ പോയാ വീട്ടിൽ പോയാ ബേസിലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര അടുപ്പം തോന്നുന്ന ആൾക്കാരോടാണ് നമുക്ക് ഏറ്റവും അധികം കളിയാക്കാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കാൻ പറ്റുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ ഏറ്റവും ഒരു സ്പോട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ ഇപ്പം വാഴ ബോയ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഗുരുവായൂരമ്പല നടയിൽ ബോയ്സ് എല്ലാവർക്കും, അവര് ഈ പറഞ്ഞത് നമുക്ക് കുറേ ദിവസം ഷൂട്ടിംഗ് സെറ്റിൽ ഈ എല്ലാ എൻ്റർടൈൻമെൻറ്റും അവരാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അശ്വിൻ വന്നിട്ടില്ല, അശ്വിനുമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. അനശ്വര എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം എന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേരുമാണ് സെറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക. എനിക്ക് ഒരു ഈ പറഞ്ഞതുപോലെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അനിയത്തിക്കുട്ടിയാണ് അവള്. അപ്പോൾ അവളെ എനിക്ക് ഈ സിനിമയാണ് തന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. തിരിച്ചും എല്ലാവർക്കും ഈ സിനിമയിൽ വർക്ക് ചെയ്ത, ഞങ്ങളോട് വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ദീപു ചേട്ടൻ്റെ കൂടെ എനിക്ക് മൂന്നാമത്തെ സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ.
അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞില്ല, തിരിച്ചെല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ജഗദീഷ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ, ബൈജു ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഋഷാദക്ക, കുഞ്ഞികൃഷ്ണ മാഷ്, എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം.